നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് മുടിക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ്. പാക്ക് തന്നെയല്ല, ഇനിയിപ്പോൾ നര വന്നിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് നരയ്ക്ക് കൂടിയുള്ള ഒരു നാച്ചുറൽ ഡൈയും കൂടിയിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നര വരാത്തവർക്ക് ഇതൊരു പാക്ക് പോലെ ഉപയോഗിക്കാം. നര വന്നവർക്ക് ഇതിൽ ഒരു കൂട്ടം സാധനം കൂടി ചേർത്തിട്ട് നമുക്ക് ഡൈക്ക് നാച്ചുറൽ ഡൈ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യുമ്പോൾ വിചാരിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. പിന്നെ ചെയ്ത് 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 നിങ്ങൾക്കത് നല്ല റിസൾട്ടിലേക്ക് എത്തും കേട്ടോ. ഇത് 2 ആഴ്ച കൂടുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞു തരാം. ആദ്യത്തെ വേണ്ടത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ വേണ്ടത് നമുക്ക് പനിക്കൂർക്കയുടെ ഇല, പിന്നെ നമുക്കൊരു കൂട്ടം കൂടി വേണം മൈലാഞ്ചിയുടെ ഇല. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയിട്ട് നമ്മുടെ ഇല പൊടിയണ ഒരു പരിവുണ്ടല്ലോ, അപ്പോൾ നമുക്കത് പിടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു സംശയം വരുന്നത്, നിങ്ങൾക്ക് പനിക്കൂർക്കയുടെ ഇല ഇതേപോലെ ചൂടാക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമുക്കിത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും മൈലാഞ്ചിയുടെ ഇലയും കൂടിയിട്ട് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യണ പോലെ ചെറുതീയിലിട്ടിട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ പനിക്കൂർക്കയുടെ ഇലയും കൂടിയിട്ട് ഒന്ന് ആക്കിയെടുത്തിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് കടുകും കൂടി. ഇതൊക്കെ നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ. അതെല്ലാവർക്കും നന്നായിട്ട് അറിയണ ഒരു കാര്യമാണ്. കറിവേപ്പിൻ്റെ ഇല മുടി കറക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല നമുക്ക് വല്ല ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനും മുടി കറുപ്പിക്കാനും പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കും. മൈലാഞ്ചിയുടെ ഇല എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഹെന്നയ്ക്ക് കൂടി ഉപയോഗിക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ അതും നമുക്ക് മുടിയുടെ കറുപ്പിന് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉലുവ ഇതേപോലെ നമ്മൾ ഈ അച്ചാറിലേക്ക് ഇടുന്ന ആ ഒരു പരുവല്ല, അതിനേക്കാൾ ഒന്ന് കറുപ്പ് രീതിയിലേക്ക് എത്തണ വരയ്ക്ക് നമ്മളൊന്ന് ആക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുത്ത് അതേപോലെ തന്നെ നമ്മുടെ കടുകും ഇതേപോലെ തന്നെ ആക്കിയെടുക്കുക. അത് രണ്ടും കൂടി പൊടിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇലകൾ പൊടിച്ച് വെച്ചു, പിന്നെ നമ്മൾ ഈ ഉലുവയൊക്കെ ഒരു ഇത്തിരി മതി കേട്ടോ. ഉലുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ടീസ്പൂൺ അളവിനെടുത്താൽ മതി. അത്രയ്ക്ക് തന്നെ കടുക് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യത്തേക്ക് മാത്രമാണ് ചെയ്ത് വയ്ക്കുന്നത്. ഇത് നമുക്ക് പേക്കോൾ പോലെ ഹെന്ന ചെയ്യുന്നവർക്കാണ് ഇത് പ്രത്യേകിച്ച് പറയണത്. അവർക്കാകുമ്പോൾ ഒരു ഒറ്റ യൂസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റവർക്കാണെങ്കിൽ ഇത് പൊടിച്ച് വെച്ചാൽ നമുക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് വേറെ തരത്തിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ ചായയിലെടുത്തിട്ട് തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. 1 ഗ്ലാസ്സായിട്ട് നല്ല പോലെ വറ്റിച്ചെടുക്കുക. അപ്പോൾ 1 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു 1 ഗ്ലാസിൻ്റെ അടുത്തേക്ക് കിട്ടും. അതിൽ നമ്മൾ ആവശ്യത്തിന് ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്യാം. ഇത് മുടി നര വരാത്തവർക്കുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ അവർക്കാവുമ്പോൾ ഈ ചായയിലയിൽ കുറച്ച് ലൂസിൽ മിക്സ് ചെയ്തിട്ട് അത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ പൊറ്റ പോലെയൊക്കെ വരുന്നതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങളൊന്നും കൂടി നല്ല നൈസ് തുണിയിൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെയർ സ്പ്രേ പോലെയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ചായ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടുന്ന ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. മുടി വളർച്ചേനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് ഡ്രൈ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ബാക്കിയുള്ള ഇലകളൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്ന കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതൊരു ഹെയർ സിറം പോലെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബാക്കി വന്നെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒന്നരാടം വെച്ച് നമുക്ക് തലയിലേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തണവ് മാറിയതിന് ശേഷം ചെയ്ത് കൊടുക്കണം കേട്ടോ. തണവോടുകൂടി ചെയ്യരുത്. ഇനിയിപ്പോൾ നിറയിലേക്ക് അടിക്കുമ്പോഴൊക്കെ ജലദോഷം അങ്ങനത്തെ വരുന്ന പേടിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരേ ലെയർ പോലെ എടുത്തിട്ട് നമ്മൾ പേക്കോൾ ചെയ്യില്ലേ, അതേപോലെ തന്നെ അടിച്ചു കൊടുത്ത് നല്ല രീതിക്ക് മസാജ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു ഹെയർ സ്പ്രേ പോലെ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഐറ്റമാണ്. ഇനി നമ്മൾ രണ്ടാമത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ഡൈ പോലെ ഉപയോഗിക്കണേ. അപ്പോൾ അതിന് നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടികളൊക്കെ അവിടെ വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ ചായയിലയിൽ മിക്സ് ചെയ്യുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ മിക്സ് ചെയ്യുക. ഇനി ഇരുമ്പ് ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ 2 ആണിയിലിട്ട് വെച്ചിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്ന പൗഡറോ നീലാമരി പൗഡറോ ഒന്നുമല്ല. മൈലാഞ്ചിയുടെ ഓൾറെഡി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കാത്ത പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം കിട്ടും നമുക്ക്. മുടി കറുപ്പിക്കാനുള്ള അടിപൊളി ഒരു സാധനമാണ്. അത് നേച്ചുറലായിട്ട് ഉള്ളതാണെങ്കിൽ 100% നേച്ചുറൽ എഴുതിയിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങാം. നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അങ്ങാടി കടകളിൽ മേടിക്കാൻ കിട്ടും. കാത്ത പൗഡർ കേട്ടോ. അത്
നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഒന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് അതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഒരു 250 രൂപയുടെ താഴെയായിട്ടാണ് ഈ ഒരു പാക്കറ്റ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണൊക്കെ എടുക്കുക. എന്നിട്ട് നല്ലപോലെ ചാലിച്ച് അവിടെ വയ്ക്കുക. ഒരു 2 മണിക്കൂർ നേരമൊക്കെ നിങ്ങൾക്കത് വെക്കാനായിട്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇരുമ്പിൻ്റെ ഇപ്പോൾ ഇരുമ്പ് ചട്ടിയിലല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾ തലേദിവസം ഈ ഒരു കാര്യം ചെയ്ത് വെക്കണം. 2 ആണി ഇട്ടിട്ട് തലേദിവസം നമ്മൾ ചെയ്ത് വെക്കണം. ഇരുമ്പ് ചട്ടിയിലാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തലയിലേക്ക് കൊടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഒരു ഹെന്നയല്ല, ഒരു നാച്ചുറൽ ഡൈ പോലെ നേച്ചുറലാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണ ഒന്നാണ് കേട്ടോ. ചിലർക്ക് നീലാമ്പരി പറ്റില്ല എന്നുള്ളത് അറിയാലോ. അപ്പോൾ അവർക്കൊക്കെ ഈ കാത്താ പൗഡർ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. ചിലരൊക്കെ പേര് ആദ്യമായിട്ടവും കേൾക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളവരൊക്കെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാത്താ പൗഡറിൻ്റെ ഒരുപാട് ഗുണങ്ങൾ, നമുക്ക് മുടിക്ക് ഉള്ള ഗുണങ്ങൾ അതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ തലയിലേക്ക് കൊടുക്കണോണ്ടേ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കണേ എന്നുള്ളത് നമുക്ക് അറിയാതെ പോണ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ ഓൺലൈനിൽ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒത്തിരി കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ മാസത്തിൽ ഒരു 2 വട്ടമൊക്കെ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് തലയിലേക്ക് നമുക്ക് തന്നെ മനസ്സിലാവും ഇത് നമ്മുടെ തലയിലേക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നമുക്കത് മാസത്തിലൊരിക്കലാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഡൈ കുറച്ചധികം നേരം ഉപയോഗിച്ചാലാണ് നമുക്ക് ആ ഒരു മുടിക്ക് വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂർ നേരമൊക്കെ തലയിൽ വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ ഈ പറഞ്ഞു തരലില്ലാണ്ട് ചെയ്ത് കാണിച്ചില്ലല്ലോ എന്ന്. ഇപ്പോൾ ഞാൻ ഈ പൊടിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഓൾറെഡി പൊടിച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ പൊടിച്ച് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് എടുക്കുന്നതല്ല അത് പറയുന്നത് ഒരു ഇതുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ പറയണതിനൊപ്പം തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പം അതൊക്കെ അവിടെ ബാലൻസ് ചെപ്പിലിങ്ങനെ ആക്കി ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ പോരാത്തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈയുടെ പരിപാടി ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇടാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നരച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളതിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു ഹെയർ സ്പ്രേ പോലെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അത് ഉപയോഗിക്കാം. അതുവഴി നമുക്ക് നരേനെ നല്ലപോലെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നര വന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതേപോലെ നേച്ചുറലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടീനൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഡൈ പോലെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലപോലെ ഷാമ്പു ഇട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്കിത് ചെയ്യാനായിട്ട്. എന്നാലേ ഇത് മുടിയിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കാണുക. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവാണ്ട് പിന്നെ കമൻറ്റിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് സംശയമാവും ഞാനിതൊന്നും പറഞ്ഞില്ലാവോ എന്ന്. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേർക്ക് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.